നോക്കിയപ്പോഴത്തേക്ക് ഒരു കട്ടിൽ ഇവിടെ കിടപ്പുണ്ട്. അവിടെ കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ കണ്ണു തുറന്നപ്പോൾ കാൽക്കൽ ഒരാളിരിക്കുന്നു. നോക്കി മമ്മൂക്കയാണ്. ഞാൻ വിഷമിച്ചു. ഞാൻ ചോദിക്കുന്നത് മമ്മൂക്കാന്നിപ്പോൾ ഞാൻ പറയുന്നു ഈ ലോകത്തെ എല്ലാവരും പറഞ്ഞ മമ്മൂക്കാന്ന് തന്നെയാണ്. ഇക്കയായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിന്. ആ ഇക്കയായിട്ടിരിക്കാനുള്ളൊരു സ്ഥാനം അദ്ദേഹം തന്നിട്ടുണ്ട്. മമ്മൂക്ക പിന്നെ ആ മമ്മൂക്കയായിട്ട് യാതൊരു വിധത്തിലും പരിചയമില്ല, ഒരു പരിചയമില്ല. അപ്പോൾ അതെങ്ങനെ ബലൂണിൻ്റെ ഡബ്ബിങ് സമയത്താണ് കാണുന്നത്. അപ്പോൾ ഡബ്ബിങ് തിയേറ്ററിൽ വെച്ചാണ് കാണുന്നത്. തിയേറ്ററിനകത്ത് വെച്ച് തന്നെ ഡബ് ചെയ്യാൻ വന്ന ഒരു സ്ത്രീ ഒരു ചെറിയൊരു അസഭ്യ ചൊവ്വയുള്ള ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്കും ഞാനത് ഇങ്ങനെ എനിക്ക് നിൽക്കാൻ ഒക്കില്ല. അപ്പം ഞാൻ പതുക്കെ ഞാൻ ഒരു ദിവസത്തേക്ക് മാറി, ഇദ്ദേഹം മാറി എന്ന്. അപ്പം ഞാൻ വിചാരിച്ച കൊള്ളാല്ലെങ്കിലും എന്ന് ഞാൻ അപ്പോൾ മനസ്സിൽ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് കറങ്ങി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് എൻ്റെ പേരൊക്കെ ചോദിച്ചു, എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാനൊരു അഡ്വക്കേറ്റാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് സെൽഫ് ഇൻട്രഡക്ഷൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് കാപ്പി കൊണ്ടുവരുന്നത്. കാപ്പി സാരിയൊക്കെ കൊടുത്ത് വന്നതിന് നമുക്ക് ഇതുപോലെ ഫ്ലാസ്കിൽ കാപ്പി കൊണ്ടുവന്നതിന് നമ്മൾ അയ്യോ അതുകൊണ്ടല്ല, ഞാൻ ചായ കുടിച്ച് ശരിയാവില്ല, ഛർദ്ദിക്ക്. അതുകൊണ്ട് ചേട്ടൻ്റെ ഫ്രണ്ടാണ് ചെട്ടിയാരെ വീട്ടിൽ നിന്ന് പിന്നെ ചായ ഇട്ടുകൊണ്ട് കാപ്പി ഇട്ടുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ച് പോന്നു. കുഴപ്പമില്ല. പിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും. മുഖത്തൊക്കെ ഒരു പരിചയഭാവം കാണുമായിരുന്നു. അത് കഴിഞ്ഞാണ് മറ്റൊരാളിൽ അഭിനയിക്കാൻ പോയത്. ഞാൻ സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മമ്മൂക്ക ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ ഭയങ്കര ബഹളവും സീമയൊക്കെ ഉണ്ടായില്ല, സീമ ഉർവശിയൊക്കെ ഉണ്ടായില്ല. അപ്പോൾ അവരെ കൂടി ഭയങ്കര ബഹളമാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഒതുങ്ങി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു കട്ടിൽ ഇവിടെ കിടപ്പുണ്ട്. അവിടെ കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ കണ്ണു തുറന്നപ്പോൾ കാൽക്കൽ ഒരാളിരിക്കുന്നു. നോക്കി മമ്മൂക്കയാണ്. ഞാൻ വിഷമിച്ചു. കാരണം അയ്യോ അത് തെറ്റല്ലേ, അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയല്ലോ എന്ന് അയ്യോ സോറി എന്ന് പറഞ്ഞാൽ വേണ്ട ഇവിടെ കിടന്നു. അപ്പുറത്ത് ഭയങ്കര ബഹളം. അതാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. ഞാൻ ചുമ്മാ ഇവിടെ നിന്ന് വായിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാം, അഡ്വക്കേറ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പോയിരിക്കത്തില്ല എന്നല്ല, പിന്നെ ചില ഒരുപാട് ചെയ്തായിട്ടുള്ള തമാശകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ തമാശകൾ പറയാനായിട്ട് അതിൽ കൂടുകയോ അങ്ങനെയൊന്നും ചെയ്ത് ഞാനും അങ്ങനെ ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് പിന്നെ അത് തെറ്റാണോ കുറ്റമാണെന്നോ ഒന്നുമല്ല. അതിൽ നമുക്കത് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് ഇല്ലാത്തതുകൊണ്ട് ആ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ വലിയ ഇത് നല്ലതാണെന്നോ അല്ല, അങ്ങനെയൊന്നും അല്ല. എനിക്ക് അതിന് അത് പഠിച്ച് വളർന്നു വന്ന രീതി അതായത് പത്മിരാജൻ്റെയൊക്കെ മമ്മൂക്ക അതുപോലെ മാറി നിന്നെന്ന് അന്ന് കണ്ടതാണ് ഞാൻ. ഒറ്റ ഒരു അസഭ്യതയുള്ള ഒരു വാക്കോ അല്ലെങ്കിൽ തമാശകളോ ഒന്നും ഇത്രയും വർഷമായിട്ട് ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗോസിപ്പ് പോലും വന്നില്ല. എന്തായിരിക്കും അതില്ലാത്തതുകൊണ്ട് എന്തിനാ അദ്ദേഹത്തിന് ആവശ്യമുള്ള സ്ത്രീ വീട്ടിലിപ്പില്ലേ? അദ്ദേഹം വീട്ടിൽ കാണുന്നിടത്തൊക്കെ എല്ലാവരുടെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. യാതൊരു പിന്നെ ഉച്ചനീചത്വം അല്ലെങ്കിൽ വലിപ്പ ചെറുപ്പോ ഒന്നും കാണിക്കാറില്ല. എല്ലാവർക്കും സൗഹൃദത്തോടെ മര്യാദയായിട്ടാണ് പെരുമാറുന്നത്. എങ്കിലും മമ്മൂക്കൊക്കെ വരുമ്പോൾ ചേച്ചി പോലെയുള്ള ആരെങ്കിലും ആവട്ടെ ഒന്നും മിണ്ടാൻ പോലും കൊതിക്കത്തില്ല. അത്ര ഒരു വ്യക്തിപ്രഭാവമല്ലോ മമ്മൂക്ക. ഉണ്ടല്ലോ, അദ്ദേഹം മിണ്ടാതെ പോകുന്നില്ലല്ലോ. സ്ത്രീകളുടെ കാര്യം പറയുക, സ്ത്രീകളൊക്കെ മമ്മൂക്കയോട് മിണ്ടാനും ഒരു നോട്ടത്തിന് വേണ്ടി പിന്നെ ഞാൻ കാത്തിരിക്കുകയായിരിക്കും. എല്ലാവർക്കും സന്തോഷമല്ലേ, ഇത്രയും വലിയൊരു മനുഷ്യൻ, ഇത്രയും നല്ലൊരു നടൻ, അതിപ്പോൾ എല്ലാവരും ആരാധിക്കുന്ന ആളല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത് മമ്മൂക്കാന്നിപ്പോൾ ഞാൻ പറയുന്നു ഈ ലോകത്തെ എല്ലാവരും പറഞ്ഞ മമ്മൂക്കാന്ന് തന്നെയാണ്. ഇക്കയായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിന്. ആ ഇക്കയായിട്ടിരിക്കാനുള്ളൊരു സ്ഥാനം അദ്ദേഹം തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചെറുപ്പ വലിപ്പം ഇല്ലാണ്ട് പിന്നെ എല്ലാവരും മമ്മൂക്ക എന്ന് അദ്ദേഹത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനം കീപ്പ് ചെയ്യുന്നുണ്ടാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത് വേറെ ആരോടും ഒരു ധാർഷ്ട്യമായിട്ട് പെരുമാറിയോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ആരൊക്കെയോ പറയുന്നത് ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. സെറ്റിൽ വെച്ചും ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടല്ലോ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ. അപ്പോൾ ദേഷ്യപ്പെടണമെങ്കിൽ അതിന് നിൽക്കണം കാരണം എന്തെങ്കിലും കാണണം, അല്ലാതെ പിന്നെ ദേഷ്യക്കാരനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ബലൂൺ വീർത്ത് ഇപ്പോഴത്തെ മമ്മൂക്കയല്ലേ രണ്ട് നടന്മാരും മുന്നിലൂടെ പോയി. അസുഖം കേട്ടോ ഭയങ്കര സങ്കടം, പ്രാർത്ഥിക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു നമുക്കെല്ലാ മലയാളിക്കും ഒരു വിഷമമുണ്ട്. ഒരു വിഷമമുണ്ട്. അത് ചെറിയൊരു പനി വന്ന പോലെ നമുക്ക് തോന്നും അല്ലേ? പിന്നെ അതിന് ഈ രണ്ട് നടന്മാർക്ക് പകരം ഒക്കെ ഇപ്പോഴും ഒരു ആ സ്ഥാനത്ത് ആരും വന്നില്ലേ ചേച്ചി? ഇല്ല. വരുമോ ഇനിയിപ്പം? പൃഥ്വിരാജ് വരുമായിരിക്കുമോ? ആ സ്ഥാനത്ത് വരില്ല, അവരെ സ്ഥാനത്ത് പോകും. ഇപ്പം നസീർ സാർ ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹം വേറൊരു സ്ഥാനത്തായിരുന്നു. സത്യൻ ഞങ്ങൾ എൻ്റെ അങ്കിൾ എന്നാണ് ഞാൻ വിളിച്ചത്. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്. അത്രയും പരിചയമുണ്ടോ? അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നു മോള് എങ്ങനെ വീട്ടിനകത്ത് ഇങ്ങനെ ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അഭിനയിക്കാൻ പറ്റില്ല, സിനിമയിൽ വന്നെന്നും പറഞ്ഞ് ചീത്തയാവുന്നുമില്ല,
നല്ല വേഷം കിട്ടിയാൽ പോകണം ഞാൻ എന്നൊക്കെ പറഞ്ഞു തന്നാൽ അപ്പോഴത്തെ അദ്ദേഹം മരിച്ചു. നസീറിൻ്റെ നസീർ ഒരു ഡബ്ബിങ് തിയേറ്ററിൽ വെച്ച് ഒരിക്കൽ ദാസാർ പറഞ്ഞു ഇന്ന് നസീർ സാറിൻ്റെ കൂടെയാണ് ഡബ് ചെയ്യേണ്ടത്. ലീല അദ്ദേഹം ഇങ്ങനെ നിന്ന വഴിക്ക് ഇങ്ങനെ പറഞ്ഞു ഇന്ന് 4:45 വരെ സമയമുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സീൻ മെയിൻ റോളാണ് എടുക്കണം, ഒന്ന് അലേർട്ടായിട്ട് നിൽക്കണേ എന്നാണ്. അപ്പം ഞാൻ എനിക്ക് പേടിയാണ് ദാസേട്ടൻ. പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടങ്ങ് പറഞ്ഞോണ്ടാൽ മതി എന്നാണ്. അപ്പോൾ ഞാൻ നിന്ന് ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ച് നിന്ന് നിന്ന് ഡബ്ബിങ് കഴിഞ്ഞപ്പോഴത്തേ അദ്ദേഹം എന്നെ തോളിൽ തട്ടി. ടെൻഷൻ ഉണ്ടായിരുന്നു? നല്ല ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അതിന് വന്ന് തട്ടി കൊള്ളാം എന്ന് പറഞ്ഞു. ഈ പച്ചൻ്റെ മോളല്ലേ? ഞാൻ പറഞ്ഞ ആ കൊള്ളാം. അല്ല അദ്ദേഹത്തിന് ഡബ്ബിങ് ചേച്ചി കണ്ടില്ലായിരുന്നോ? ഭയങ്കരമായിട്ടൊരു അപ്രതീക്ഷയുള്ള ഡബ്ബിങ്. ഒറ്റ നിലയ്ക്ക് നിന്നിട്ട് അദ്ദേഹം എങ്ങനെ ഇത് പറയുന്നു എന്ന് അന്തം വിട്ടു. നമ്മൾ ആ ലിപ്പ് ഇങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ പേപ്പർ നോക്കത്തില്ല? ഞാനും പേപ്പർ നോക്കി പറയില്ല. അല്ല അതൊരു ഭയങ്കര കഴിവല്ലേ? എത്രയോ പടങ്ങൾ ചെയ്യുന്ന പുള്ളി ഒരു ദിവസം 5-6 പടം ചെയ്യുന്ന ആൾക്ക് ഈ ഡയലോഗ് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്തറിയാമോ, അദ്ദേഹം ഒന്ന് തെറ്റിച്ചെങ്കിലും കുറച്ച് കൂടുതൽ സമയം എടുത്താലോ ആരും ഒന്നും പറയാൻ പോണില്ല. അങ്ങനെ പേടി. ഇദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് ആ സമയത്ത് നിങ്ങൾ തീർത്തിട്ട് പോകാന്നുള്ളത്. അതൊന്ന്. രണ്ടാമത് അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാൻ പറ്റൂ. അദ്ദേഹത്തിന് ഈ പെർഫെക്ഷൻ്റെ ആളാണ്. അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇതൊക്കെ ഞാൻ പറയല്ലേ, ഇത് ആരും ഇങ്ങനെ ഉരുട്ടി വായി കൊടുത്ത് കിട്ടുന്ന സാധനങ്ങളല്ലേ. ഇതൊക്കെ ദൈവം അവിടെ നിന്നേ തന്നു കിട്ടുന്നതാണ്. മറ്റു ആരെങ്കിലും ഡബ്ബിങ് കണ്ടിട്ടുണ്ടോ ചേച്ചി നേരിട്ട്? മറ്റുള്ള നടന്മാരുടെയൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് കൂടെ കൂടെ ആരൊക്കെ അഭിനയിച്ചത്? പിന്നെ മധുസാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഡബ് ചെയ്തിട്ടില്ല. തിലകൻ ചേട്ടൻ ഞാനും കൂടെ. അത് പ്രത്യേക ശൈലിയാണ്. തിലകൻ ചേട്ടൻ ഈ പെണ്ണ് വിട്ട നിൽക്കേണ്ടതാണെന്നറിയാമോ അശോകൻ എന്ന് പറയാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത്. ഇവള് ഭയങ്കര ആർട്ടിസ്റ്റാണ് ഇവിടെ എന്നൊക്കെ ഞാൻ പറഞ്ഞ ഒരിടത്ത് എത്തിയില്ലെങ്കിലും വേണ്ടില്ല. ഏട്ടാ ചേട്ടൻ്റെയൊക്കെ വായിന്ന് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അത് തന്നെ വലിയ സന്തോഷമാണെന്ന് പറയാം. ഈ തിലകൻ ചേട്ടനൊക്കെ ഈ ഡബ്ബിങ്ങിലൊക്കെ കൂടുതൽ അഭിനയം കൊണ്ടുവരുന്നില്ലേ? അങ്ങനെ ഉണ്ടോ? വോയിസിലാണ് അഭിനയം. ഡബ് ചെയ്യാത്തൊരു പടം കാണുക, നിങ്ങൾ കാണണം. ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഡബ് ചെയ്യാതെ എടുത്ത് ഇപ്പോൾ ഡബ്ബിങ് ആവശ്യമുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞിട്ട് വോയിസ് കൊടുത്തതിന് ശേഷം അത് കാണുക. അപ്പോഴേ അറിയാവുക വോയിസിൻ്റെ ശക്തി എന്താണെന്നുള്ളത്.